നമസ്കാരം. ഇന്ന് കർക്കിടക 1, രാമായണ മാസാരംഭം. രാമായണത്തെക്കുറിച്ച് അറിയാത്തവരോ പാരായണം ചെയ്യാത്തവരോ കേൾക്കാത്തവരോ ആയി ആരുണ്ട് തോന്നുന്നില്ല. എന്നാലും ചെറിയ കാര്യങ്ങൾ ഞാനും പറയാലോ. എനിക്കറിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ പറയാൻ വിചാരിച്ച് വന്നതാണ്. രാമായണം രാമസ്യ അയനം, രാമൻ്റെ യാത്ര, രാമൻ്റെ ജീവിതയാത്ര. ധർമ്മമാർഗത്തിലൂടെ ഉള്ള ആ യാത്ര കല്ലും മുള്ളും നിറഞ്ഞതാണെങ്കിലും ഒടുവിൽ എന്താവും? ധർമ്മം ജയിക്കും. പക്ഷേ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ധർമ്മമാർഗത്തിലൂടെയുള്ള യാത്ര കഠിനമായതാണല്ലേ. അത് മനസ്സിലാക്കി തരാൻ വേണ്ടി നമുക്ക് ഒരു അവതാര പുരുഷനായി രാമൻ രാമായണത്തിലൂടെ നമ്മുടെ ഇടയിലേക്ക് വരേണ്ടി വന്നു. അപ്പം രാമായണം സാധാരണക്കാരായ നമ്മളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല. കാരണം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ ധർമ്മം വെടിയാതെ മുന്നോട്ട് പോകണം. അതായത് നാളെ രാവിലെ പട്ടാഭിഷേകം തീരുമാനിച്ച് അത് വനവാസമായി മാറി അല്ലേ. അതുപോലെ തന്നെയല്ലേ നമ്മളെ ജീവിതത്തിലും അതൊക്കെയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാവാം. അപ്പം ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മൾ രാമനെ അല്ലെങ്കിൽ രാമൻ്റെ യാത്ര മനസ്സിൽ ഓർത്ത് ധർമ്മത്തിൻ്റെ പാതയിൽ നിന്നും വ്യതിചലിക്കാതെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി കല്ലും മുള്ളും നിറഞ്ഞ ജീവിതത്തെ നേരിട്ട് വളരെ സന്തോഷത്തോടു കൂടി പോയാൽ നമുക്കും ജീവിത വിജയത്തിൻ്റെ പട്ടാഭിഷേകം നടത്താൻ പറ്റും അല്ലേ. അപ്പോൾ പിന്നെ നമസ്കാരം.